ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. ഈ ലോകത്തിൽ മനുഷ്യൻ എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടുന്നത്. എല്ലാവരിലും അന്തര്യാമിയായിരിക്കുന്ന പരമാത്മാവിനെ മറന്നുകൊണ്ട് നാം ഏതെല്ലാം തരത്തിലുള്ള ഭേദബുദ്ധികളാണ് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്നെല്ലാം നമുക്ക് മോചനം നേടണമെങ്കിൽ സർവത്തിലും അന്തര്യാമിയായിരിക്കുന്ന ആ പരമാത്മാവിനെ ദർശിക്കുക തന്നെ വേണം. അതിനെ നാം അറിയണമെങ്കിൽ നമ്മുടെ മനസ്സിനെ നാം ശുദ്ധീകരിക്കണം. മനസ്സ് ശുദ്ധീകരിച്ചു കഴിയുമ്പോൾ അവിടെ രാഗദ്വേഷങ്ങളില്ല. ഉയർന്നവരെന്നും താഴ്ന്നവരെന്നുമില്ല, പണക്കാരനും പണിക്കാരനുമില്ല, ധനികനും ദരിദ്രനുമില്ല, സവർണനും അവർണനുമില്ല. ഏകമായ എങ്ങും നിറഞ്ഞിരിക്കുന്ന ജലപരവതാനി പോലെ ആ പരമാത്മാവിൻ്റെ ദർശനം മാത്രമേ നമുക്കുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ ചെറിയ പൊട്ടക്കുളം, തോട്, അഴുക്ക് നിറഞ്ഞ ജലം ഇത്യാദി പല ഒരേ ജലത്തെ തന്നെ പലതരത്തിൽ നാം ചിന്തിച്ച് വികൃതമാക്കുന്നു. ഓരോന്നിലും നല്ല ജലം, ചീത്ത ജലം എന്നിങ്ങനെ തരംതിരിച്ചുകൊണ്ട് നാം വേറെ വേറെയായി കാണുന്ന ആ മനോഭാവം നമുക്കും മറ്റുള്ളവർക്കും അശാന്തി ഉണ്ടാക്കുന്നതാണ്. അവിടെ നിന്നാണ് ശത്രുക്കളും മിത്രങ്ങളും ബന്ധുക്കളും ബന്ധു അല്ലാത്തവരും എല്ലാം ആയി തരംതിരിക്കുന്നത്. അത് അജ്ഞതയിൽ നിന്നും ഉണ്ടാകുന്നതാണ്. അതാണ് നാം മാറ്റി ചിന്തിക്കേണ്ടത്. അതിനാൽ ഒരു കവി പറയുന്നു, ഞാൻ ബ്രാഹ്മണൻ ഇവൻ ശൂദ്രൻ, അയാൾ വൃദ്ധനിവൻ ജഡൻ, ഈ മട്ടാമാത്മാവിനെ തീരെ മറന്നും കൊണ്ടു ചൊൽകയം. ഞാൻ ബ്രാഹ്മണനാണ്, അയാൾ ശൂദ്രനാണ്, മറ്റേയാൾ വൃദ്ധനാണ്, ഇയാൾ ചെറുപ്പക്കാരനാണ്, ഇയാൾ പൊട്ടനാണ്, അയാൾ മൂഢനാണ്. ഇങ്ങനെ ആത്മാവിനെ മറന്നുകൊണ്ടാണ് ഓരോരുത്തരെയും നാം കാണുന്നത്. ഇതെന്തുകൊണ്ടാണ്? ഈ വ്യത്യാസം ആ പരമാത്മാവിനെ കാണാൻ കഴിയാത്തത് കൊണ്ടാണ്. ബാഹ്യമായ ശരീരത്തിലൂടെ ഇതെല്ലാം ഉള്ളതാണ്. അവിടെ ഉയർന്നതുണ്ട്, താഴ്ന്നതുണ്ട്, പണക്കാരനുണ്ട്, പണിക്കാരനുണ്ട്, രാജാവുണ്ട്, പ്രജകളുണ്ട്, അച്ഛനുണ്ട്, മക്കളുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്, എല്ലാമുണ്ട്. വേറെ 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 വേറെയാണ്. കറുത്തവരും വെളുത്തവരും, നല്ലവരും ചീത്തയാളുകളും, സുന്ദരന്മാരും വൈരൂപ്യമുള്ളവരും എല്ലാം ഇവിടെ ബാഹ്യമായ തലത്തിലുണ്ട്. എന്നാൽ ഇതിലെല്ലാം ഒരേ അന്തര്യാമിയാണ് നിറഞ്ഞിരിക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടാകുമ്പോൾ ഈ ഉപാധികളിലെല്ലാം നമ്മൾ അതിനെയാണ് ദർശിക്കേണ്ടത്. അതിനെ ദർശിച്ചു കഴിഞ്ഞാൽ അതാണ് ഞാൻ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഈ കാണപ്പെട്ട സർവങ്ങളും. സൃഷ്ടാവും നീയേ, സൃഷ്ടിയും നീയേ, സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീ തന്നെയാണ്. ആ ത്രിപുടീഭാവം, 3 ഭാവം നമ്മളിൽ ഏകമായി തീരും. 3 ഭാവം എന്നത് പോയി. സൃഷ്ടാവ്, സൃഷ്ടി, സൃഷ്ടിക്കുള്ള സാമഗ്രികൾ. അതാണ് ഈ പ്രപഞ്ചം. പഞ്ചഭൂതങ്ങൾ, പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചമാണ് സൃഷ്ടിക്കുള്ള സാമഗ്രികൾ. സൃഷ്ടാവ്, ഇതൊക്കെ സൃഷ്ടിക്കുന്ന ഒരാൾ, സൃഷ്ടിച്ച വ്യക്തി, ജീവൻ. സൃഷ്ടാവും സൃഷ്ടിയും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും ആ ഒന്ന് തന്നെയാണ്. നീരാവിയും ജലവും ഐസും ഒന്നായതുപോലെ സൃഷ്ടാവാണ് നീരാവി, സൃഷ്ടിയാണ് ഈ ജലം. അതുപോലെ ഐസ് എന്ന് പറയുന്നത് സൃഷ്ടിക്കുള്ള സാമഗ്രി. ഇത് 3 വാസ്തവത്തിൽ ഒന്ന് തന്നെയല്ലേ? 3 വേറെ വേറെയായി കാണുന്നത് അജ്ഞത കൊണ്ടല്ലേ? ഈ ഐസിൻ്റെ രൂപം നശിക്കുന്നതാണ്. ഐസിന് നാമവും രൂപവും നിറവും ഗുണവും എല്ലാമുണ്ട്. വെള്ളത്തിനും അതെല്ലാമുണ്ട്. എന്നാൽ നീരാവിക്ക് ഇതൊന്നുമില്ല. അത് സർവ്വവ്യാപിയാണ്. അതിനെ ഒരു ഇന്ദ്രിയം കൊണ്ടും നമുക്ക് കാണാൻ കഴിയില്ല. അതുപോലെ
ഇതൊരു ഉദാഹരണം മാത്രമാണ്. എന്നാൽ ഈ നീരാവി എന്നതും ആ പരമാത്മാവിൽ നിന്നിൻ്റെ രൂപാന്തരം മാത്രമാണ്. ഇത് നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ, മനസ്സിലാകുന്ന വിധത്തിൽ, നമുക്കറിയുന്ന വസ്തുക്കളിൽ കൂടിയാണ് അറിയാത്ത വസ്തുവിനെ ഗ്രഹിക്കേണ്ടത്. നീരാവിയും വെള്ളവും ഐസും എന്നത് ഒരു ഉദാഹരണം മാത്രമാണ്. എന്നാൽ ഈ ഉദാഹരണത്തിൽ നിന്നും എത്രയോ വിഭിന്നമാണ് ആ പരമാത്മാവിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതിനാൽ നാം ഈ നാനാത്വത്തിന് അടിമപ്പെടാൻ കാരണം ഏകത്വത്തെ ദർശിക്കാത്തത് കൊണ്ടാണ്. ഞാൻ ബ്രാഹ്മണൻ, ഇവൻ ശൂദ്രൻ, അയാൾ വൃദ്ധ, നിവൻ ജഡൻ, ഈ മട്ടാമാത്മാവിനെ തീരെ മറന്നും കൊണ്ടു ചൊൽകയാം.